വെൽക്കം ടു കുട്ടീസ് മാജിക് സ്റ്റോറി. സുന്ദർ വനം എന്ന പച്ചപ്പാർന്ന കാട്ടിൽ അനവധി മൃഗങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. ഉയരമുള്ള മരങ്ങൾ, നിറഞ്ഞ പുഷ്പങ്ങൾ, പാട്ടുപാടുന്ന പക്ഷികൾ, സുതാര്യമായ ഒരു കുളം എല്ലാം അവിടെയുണ്ടായിരുന്നു. ആ കുളത്തിനരികിൽ താമസിച്ചിരുന്ന ഒരു ആമയായിരുന്നു രാജൻ. രാജൻ വളരെ മന്ദഗതിയിലായിരുന്നു. നടക്കുന്നതും ഭക്ഷിക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം ശാന്തമായി. മുയൽ മോനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാജാ, നീ അവിടെ എത്തുമ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു പോകും. മാനി മാല പറഞ്ഞു, അവൻ മന്ദമാണ്, പക്ഷേ വളരെ ചിന്തിച്ചു പ്രവർത്തിക്കുന്നവനാണ്. രാജൻ പുഞ്ചിരിച്ചു പറഞ്ഞു, വേഗം മാത്രമല്ല, ശരിയായ വഴി തന്നെയാണ് പ്രധാനപ്പെട്ടത്. ഒരു രാത്രിയിൽ രാജൻ കുളത്തിനരികിലിരുന്നു ചന്ദ്രനെ നോക്കി. അവൻ മനസ്സിൽ വിചാരിച്ചു, ഈ കാട്ടിനപ്പുറമുള്ള ലോകം കാണണം. പർവ്വതങ്ങൾ, മരുഭൂമികൾ, സമുദ്രങ്ങൾ, പുതിയ സുഹൃത്തുക്കളെ കാണണം. അപ്പോൾ ഒരു ജ്ഞാനിയായ മൂങ്ങ ഓമൻ അവിടേക്ക് പറന്നുവന്നു. ഓമൻ പറഞ്ഞു, രാജാ, നിന്റെ സ്വപ്നം വലിയതാണ്. ഇപ്പോൾ യാത്ര ആരംഭിക്കേണ്ട സമയം എത്തിയിരിക്കുന്നു. അവൻ രാജന് ഇലകളിൽ വരച്ച ഒരു ഭൂപടം നൽകി. ഇത് നിന്നെ 7 വിജ്ഞാന ലോകങ്ങളിലേക്ക് നയിക്കും. ക്ഷമയുള്ളവർക്ക് മാത്രമേ ഈ യാത്ര പൂർത്തിയാക്കാനാകൂ. രാജന്റെ കണ്ണുകൾ തിളങ്ങി. ഞാൻ പോകും. അടുത്ത ദിവസം പുലർച്ചെ രാജൻ ഒരു ചെറിയ പൊതി കെട്ടി. അതിൽ ഉണക്കയിലകൾ, വെള്ളക്കുപ്പി അമ്മ നൽകിയ ഭാഗ്യക്കല്ല്, എല്ലാ മൃഗങ്ങളും കൈവീശി വിട പറഞ്ഞു. മന്ദഗതിയിലായെങ്കിലും ധൈര്യത്തോടെ രാജൻ കാടുവിട്ടു. ആദ്യ ലോകം, അടർന്ന പച്ചക്കാട്. അവിടെ ഒരാളുടെ കരച്ചിൽ കേട്ടു. സഹായിക്കൂ, ഞാൻ വഴിതെറ്റി. ഒരു കുഞ്ഞു കുരങ്ങൻ കുട്ടു അമ്മയെ കാണാതെ കരയുകയായിരുന്നു. രാജൻ പറഞ്ഞു, ഭയപ്പെടണ്ട, നമുക്ക് ശാന്തമായി ചിന്തിക്കാം. അവൻ ഒടിഞ്ഞ കൊമ്പുകളും പഴത്തൊലികളും ശ്രദ്ധിച്ചു. അവയെ പിന്തുടർന്ന് അമ്മയെ കണ്ടെത്തി. കുട്ടു സന്തോഷത്തോടെ പറഞ്ഞു, നീ മന്ദമാണ്, പക്ഷെ വളരെ ബുദ്ധിമാനാണ്. കുട്ടു രാജന് ഒരു സ്വർണ്ണ വാഴപ്പഴം നൽകി. അടുത്തത് മഞ്ഞുമലകൾ. രാജൻ വിറച്ചു. അവിടെ ഒരു കുഞ്ഞു യാക്ക് യാരോ വഴിതെറ്റി നിൽക്കുകയായിരുന്നു. രാജൻ സൂര്യൻ, കാറ്റ്, കല്ലുകൾ എന്നിവ നോക്കി വഴി കണ്ടെത്തി. പ്രകൃതി എല്ലായ്പ്പോഴും അടയാളങ്ങൾ നൽകും, അവൻ പറഞ്ഞു. യാരോ രാജന് ഒരു ചൂടുള്ള കമ്പിളി നൽകി. ഇപ്പോൾ മരുഭൂമി, കടുത്ത ചൂട്, രാജന് ദാഹം. ഒരു ചെറിയ എലി സുറു പറഞ്ഞു, വേഗം വേണ്ടണ്ട, രാത്രിയിൽ യാത്ര ചെയ്യാം. നക്ഷത്രങ്ങളുടെ കീഴിലവർ നടന്നു. പ്രഭാതത്തിൽ ഒരു ഒയാസിസ് കണ്ടു. സിറു രാജനൊരു നക്ഷത്രക്കല്ല് നൽകി. രാജനെത്തി വലിയ സമുദ്രത്തിനരികിൽ. അവൻ ഭയപ്പെട്ടു. അപ്പോൾ ഒരു ഡോൾഫിൻ മീന എത്തി. ഞാൻ നിന്നെ മറുകരയ്ക്ക് കൊണ്ടുപോകാം. രാജൻ സമുദ്രം കടന്നു. നിറമുള്ള മത്സ്യങ്ങളും കൊറലുകളും കണ്ടു. മീന രാജന് ഒരു തിളങ്ങുന്ന ശംഖ് നൽകി. അവസാന ലോകം, അഗ്നിപർവ്വതം. ഭൂമി കുലുങ്ങി, പുക നിറഞ്ഞു. വേഗത്തിലോടിയ മൃഗങ്ങൾ വഴിതെറ്റി. രാജൻ വീണ്ടും സുന്ദർവനത്തിലെത്തി. എല്ലാ മൃഗങ്ങളും സന്തോഷത്തോടെ സ്വീകരിച്ചു. ഓമൻ പറഞ്ഞു, നീ ലോകം കണ്ടു രാജാ. അതിലും വലിയ കാര്യം, നീ നിന്നെ തന്നെ അറിഞ്ഞു. രാജൻ പുഞ്ചിരിച്ചു. ഞാൻ മന്ദമായി നടക്കാം, പക്ഷേ എന്റെ സ്വപ്നങ്ങൾ ദൂരെയോളം പോകും. രാജൻ നിർത്തി. അവൻ കാറ്റ് കേട്ടു, നിലമനുഭവിച്ചു. മന്ദഗതിയിൽ എല്ലാവരെയും സുരക്ഷിതമായി നയിച്ചു. ഭൂപടം പ്രകാശിച്ചു. അതിലെഴുതിയിരുന്നു, ക്ഷമയാണ് ഏറ്റവും വലിയ ശക്തി. മോറൽ ഓഫ് ദി സ്റ്റോറി ഈസ്, മന്ദഗതി ഒരു ദൗർബല്യമല്ല, യാത്ര വിജ്ഞാനം നൽകുന്നു. സൗഹൃദം എല്ലായിടത്തും ലഭിക്കും. ക്ഷമ എപ്പോഴും വിജയിക്കും.